കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളക്കരയിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാർ പല വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇതിനു മുമ്പും അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് വരികയും പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അൽഹംദുലില്ലാഹ് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ എന്ന ഒരു വിഷയം ഇന്നിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നല്ല രീതിയിൽ പറയുവാനും അത് കേൾക്കുവാനും പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഏവരും സന്നിഹിതരായിരിക്കുന്നത്. ഭൂമിയിലെ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ച ഇൽമിന്റെ മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വിശാലമായ സൗകര്യം ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പരിസരത്ത് നിന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇവിടെ സന്നദ്ധമാക്കിയിട്ടുള്ള ഈ പന്തലിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 10:15 വാല് ഏകദേശം പകുതിയാകേണ്ട സമയമായി. 12 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിച്ച് 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ഏവർക്കും പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ പരിപൂർണമായും കബൂലാക്കുമാറാവട്ടെ. ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആമീൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടു കൂടി എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ സ്വഹാബിവര്യനാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച പ്രമുഖനായ സ്വഹാബിവര്യനാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ഒരു നിഴല് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിവര്യൻ, രാവെന്നില്ലാതെ പകലെന്നില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് പ്രവാചകന്റെ ഖാദിമായി നിലനിന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വല്ലാത്ത ഒരു അടുപ്പമുണ്ടായി. ഒരു നിഴലുമൂല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകന്റെ ഖാദിമായി കഴിഞ്ഞുകൂടിയ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിരറ്റ സ്നേഹമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു രീതിയാണ്, തനിക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രകൃതമാണ്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാകണം. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ തിരിച്ചു പ്രത്യുപകാരം ചെയ്യണം. ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരാൾ തന്നാൽ തിരിച്ച് അവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം. നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരമായി അവൻ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ തിരിച്ചും നാം സഹായം ചെയ്യണം. സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മനസ്സ് നിറയുവോളം നിങ്ങൾ ദുആ ചെയ്ത് കൊടുക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് ഖിദ്മത്ത് ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു അടുപ്പം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്. തന്റെ സവിധത്തിലേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൽ റബീആ, എന്തു വേണമെങ്കിലും നീ എന്നോട് ആവശ്യപ്പെട്ടോ റബീആ, എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ റബീആ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരാമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ